ഓണക്കളിയിലേക്ക് നമ്മളിതാ ഞാനിങ്ങനെ ബാസ്കറ്റും കൊട്ടയും വട്ടിയൊക്കെ നിൽക്കുന്ന കാണുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഗെയിം മനസ്സിലേക്ക് വരുന്നുണ്ടോ? ഏതാണ് വരുന്നത്? ഇതിപ്പോ ഈ ഒരു ബാസ്കറ്റ് ഉണ്ടോ, അത് ഞാൻ ഇവിടെ റോഷൻ ഇവിടെ ഇങ്ങനെ ടൈ ചെയ്ത് തരും. എന്നിട്ട് റോഷൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കണം. മെറീന ഈ ബോള് ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് ഇങ്ങനെ എറിഞ്ഞു കൊടുത്തോണ്ടിരിക്കണം. റോഷൻ മാക്സിമം ബോൾസ് കളക്ട് ചെയ്യണം. ഓക്കെ, തിരിച്ച് മെറീന ആണെങ്കിലും ഇത് മെറീന ടൈ ചെയ്യുക, റോഷൻ എറിഞ്ഞു കൊടുക്കുക, മെറീന കളക്ട് ചെയ്യണം. ഇതാണ് ഗെയിം. മ്യൂസിക്. അയ്യോ പോയി മൊത്തം കയ്യില് പോയി. അതന്നെ. അയ്യോ കറക്റ്റ്. സ്ലോ 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 സ്ലോ. ആ തിമിർത്ത് കലക്കി അടിപൊളി അടിപൊളി അടിപൊളി. കൊള്ളാലോ കളി. ഗംഭീര റോഷൻ, ഗംഭീര കളിയായിരുന്നു. കാരണം ഭയങ്കര ഹൈറ്റിലാ പോകുന്നെങ്കിലും ആ ടൈമിംഗ് ഒക്കെ പിടിച്ചിട്ട് മൂവ്മെന്റ് ഒക്കെ ബാസ്കറ്റ്ബോൾ ഒക്കെ നന്നായി കളിക്കുന്നു. അതെ അതെ നന്നായിരുന്നു. റോഷൻ ഒന്നും മിസ്സാക്കാതെ അടിപൊളിയായിട്ട് ഈ ഗെയിം കംപ്ലീറ്റ് ചെയ്തിരിക്കാൻ. എത്ര ബോൾസ് എടുത്തു ഞാൻ നോക്കട്ടെ. ഈ ബാസ്കറ്റ് ഒന്ന് പിടിക്കും. ഇതിപ്പോ അതിന്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടാണോ? ഒരെണ്ണം മാറ്റി വെച്ചത്. എനിക്ക് കുഴപ്പമുണ്ട്. 2 3 4 5 6 7 8 9 and 10. ടോട്ടൽ 11 balls 10 അല്ലേ? അതെ. അപ്പൊ 10 ബോൾസ് റോഷൻ കളക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു ബോൾ പോലും മിസ്സാക്കരുത്, അതാണ് ടാസ്ക്. അപ്പൊ നോക്കാം നമുക്ക് മെറീനയുടെ ഗെയിം സ്പിരിറ്റ് എത്രത്തോളം ഉണ്ട്. റെഡി, സോ മ്യൂസിക്. എറിഞ്ഞോ? വെരി ഗുഡ് വെരി ഗുഡ്. എറിഞ്ഞോ എറിഞ്ഞോ? പിന്നെ 1 കിലോമീറ്റർ അപ്പുറത്ത് കൂടെ പോണ ബോൾ ചാടി പിടിക്കാൻ ഞാൻ ഡിങ്കനാ. എനിക്ക് കിട്ടണില്ല. ഇപ്പൊ ടെക്നിക്ക് ഇവിടെ കിട്ടി. 1 2 3 4 5. ഓ പകുതി പകുതി. അതെ. അപ്പൊ എന്തായാലും ഈ ഗെയിമിൽ എല്ലാവർക്കും അറിയാം, ഞാൻ പ്രത്യേകിച്ച് നടത്തേണ്ട കാര്യമില്ല. വീണ്ടും നമ്മുടെ മെറീന തോറ്റിരിക്കുകയാണ് ഗൈസ്. മെറീന തോറ്റിരിക്കുകയാണ് ഗൈസ്. ആൻഡ് റോഷൻ ജയിച്ചിരിക്കുകയാണ് ഗൈസ്.